ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമാസ് ട്രൈ ഔട്ട്. ഇന്ന് ഞാൻ ചെയ്യുന്നത് കാജയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുമല്ലോ, നല്ല യെല്ലോ കളറിലും അതുപോലെ തന്നെ ഓറഞ്ച് കളറിലൊക്കെയുള്ള കാജ. അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഒരു ബൗളിലേക്ക്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. ഇതൊക്കെ കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഓയിലും മൈദയും ഒക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചെടുത്ത് നമ്മളിപ്പോൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെ കുഴയ്ക്കും അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിന് ഒരു 20 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളവും ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കുറച്ച് ലെമൺ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഒരു ഹാഫ് ലെമൺ ഒന്ന് പിഴിഞ്ഞെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ്പ്പൊടി അതും കൂടി ഇട്ടുകൊടുക്കാം. അപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടി ഒന്ന് കുഴച്ചെടുത്ത് നമുക്ക് ബാക്കിയുള്ള പണി നോക്കാം. ഇതിനെ ഒരു 5 ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. ഈക്വലായിട്ട് ഒരു 5 ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ പൊടി, മൈദയല്ല കോൺഫ്ലവർ പൊടി തൂവിക്കൊടുത്ത് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കോൺഫ്ലവർ പൊടി തൂവിക്കൊടുക്കാം. അതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ഷീറ്റ് പരത്തി വെച്ചത് ഓരോന്നായിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ പരത്തി വെച്ച 5 ഷീറ്റ് ഉണ്ട്. അപ്പോൾ 5 ഷീറ്റും ഓരോന്നിൻ്റെ മേലെ ഓരോന്ന് വെച്ച് അതിൻ്റെ മേലെ കോൺഫ്ലവർ അതുപോലെ തന്നെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് പിന്നെ അതിൻ്റെ മേലെ പിന്നെ ഒരു ഷീറ്റ് വെച്ച് കൊടുക്കുക. അങ്ങനെ ഓരോന്നിൻ്റെ മേലെ ഓരോന്ന് വെച്ച് കൊടുത്ത് ഇത് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിനെ എന്ത് ചെയ്യണം, ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ തെറ്റൊക്കെ ഒന്ന് കുറച്ചൊരു വെള്ളം ഒന്ന് തൊട്ടിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി, അത് ക്യാമറ ഓഫായിപ്പോയി. അപ്പം ഞാൻ ഇത് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ ഞാനിപ്പോൾ ചെറിയ കാജയാണ്ട് ഇത് ഈ ഒരു സൈസിലാണ് കട്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനൊന്ന് പരത്തിയെടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇതുപോലെ എല്ലാം പരത്തിയെടുക്കട്ടെ.
ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരക്കും ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൽ പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് നമുക്കിതൊന്ന് ഗോൾഡൻ കളറാക്കി എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറൊക്കെ ചേർക്കാം, യെല്ലോ കളർ ചേർക്കാം, ഓറഞ്ച് കളറൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇളം ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാജ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളല്ലേ ചെയ്യാൻ. അപ്പോൾ ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ ആൻഡ് താങ്ക് യു.